السلام عليكم ورحمة الله. الحمد لله الذي أنعمنا وأسعدنا بهذا اليوم المبارك، والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفي نفسه ولقد اصطفيناه في الدنيا والآخرة وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. സമാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും പരികരണങ്ങൾ ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം ഈദുൽ അദ്ഹയുടെ നിർവൃതിയിലാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇബ്രാഹിമി മില്ലത്ത് ഓർത്തെടുത്ത് പുതിയ കാലത്ത് ആ മില്ലത്തിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അവന്റെ അപാരമായ അനുഗ്രഹത്താലാണ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ മസ്ജിദിൽ ഒരുമിച്ചുകൂടി തക്ബീറുകൾ മുഴക്കി 2 റക്അത്ത് നമസ്കരിച്ച് ഈദുൽ അദ്ഹയുടെ സന്ദേശം പറയാൻ കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദുൽഹജ്ജ് മാസത്തിൽ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കേണ്ട, ഈ പെരുന്നാളിന്റെ സന്ദേശമായി ഉൾക്കൊള്ളേണ്ട പല വിഷയങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും മർമ്മം നമ്മൾ നമ്മുടെ വ്യക്തി, കുടുംബ, സാമൂഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാലം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക ചുറ്റുപാടുകൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെങ്കിലും സമാധാനത്തിന് വേണ്ടി, സഹവർത്തനത്തിന് വേണ്ടി ലോകം ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. പുതിയ കാലത്ത് ഇതിനെല്ലാമുള്ള പരിഹാരം ഒരൊറ്റ പേരാണ്, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതവും ദർശനവുമാണ് പുതിയ കാലത്ത് ഇസ്ലാമിക ഉമ്മത്തും ഇസ്ലാമികേതര സമൂഹവും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരം എന്നാണ് ഈ ദിനത്തിൽ ഈദുൽ അദ്ഹയുടെ സന്ദേശമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളത്. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം?
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനോട് അവഗണന കാണിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 130, 131 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ, ആരാണോ ഇബ്രാഹിമി മില്ലത്തിനോട് അനിഷ്ടം കാണിക്കുന്നത് എങ്കിൽ, ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താത്തത് എങ്കിൽ, അങ്ങനെ അതിന് ഭാഗ്യം ലഭിക്കാത്തവർ ഇല്ലാ മൻസബിയ നഫ്സ, സ്വന്തത്തോട് മൗഢ്യവും വൃത്തിത്വവും കാണിച്ചവർക്കല്ലാതെ സാധിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചരിത്ര പുരുഷൻ ചരിത്രത്തിന്റെ മുന്നിൽ ജീവിച്ച് ഏകനായിക്കൊണ്ട് ഏകമാനവികതയിലേക്ക് നയിക്കുന്ന ഏകദൈവ വിശ്വാസം നിർഭയത്വത്തോടുകൂടി തൗഹീദിന്റെ മാധുര്യം തവക്കുൽ തദ്ഹിയത്തിലൂടെ പടച്ചറപ്പിൽ ബലമേൽപ്പിച്ച് സമർപ്പിതനായിക്കൊണ്ട് സമൂഹ സമക്ഷം സമർപ്പിച്ച മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് നിങ്ങൾ ഓർക്കണേ. വലഖദ് ഇസ്തഫൈനാഹു ഫി ദുനിയ, ഐഹിക ലോകത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വല്ലാത്തൊരു പ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഈ ലോകത്ത് തന്നെ സ്പെഷ്യൽ സെലക്ഷന് വിധേയമായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അബ്രഹാം പ്രവാചകനെ അഭിമാനിക്കുന്നവരാണ് ലോകത്ത് 800 കോടിയിലധികം മനുഷ്യരുണ്ട് എങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും മതവിശ്വാസികളാണ് എങ്കിൽ, ആ മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ക്രൈസ്തവ സമൂഹവും ജൂത സമൂഹവും ഇസ്ലാമിക സമൂഹവുമാണ് എങ്കിൽ, ഈ 3 പ്രബല മതവിഭാഗങ്ങളും ഏകോപിക്കുന്ന സന്ധിക്കുന്ന മേഖലയാണ് ഇബ്രാഹിമി മില്ലത്ത് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ദുനിയാവിൽ വെച്ച് തന്നെ ഇബ്രാഹിമിക്ക് പ്രത്യേക പദവികൾ നാം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് സ്വാലിഹീങ്ങളിലുമായിരിക്കുമെന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന് എക്കാലവും മാതൃകയാണ്. ഒരു സമൂഹം ഒന്നടങ്കം ജീവിത ലക്ഷ്യ സാക്ഷാത്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചിറങ്ങി എന്തൊക്കെയാണ് നിർവഹിക്കേണ്ടത് എങ്കിൽ അതൊരൊറ്റ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു ഉമ്മത്ത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ച മഹാവ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഉമ്മത്തൻ ഖാനിത, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്വവും സമർപ്പിച്ച ഒരു ഉമ്മത്ത്, ഒരു സമൂഹമായിരുന്നു, ഒരു സമുദായമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സർവ മനുഷ്യർക്കുമുള്ള നേതാവാക്കി തീർത്തു. ഇന്നി ജാഅലുക ലിന്നാസി ഇമാമ, താങ്കളെ നാം ലോകർക്ക് ഹ്യൂമൻ കൈൻഡ് ഏതൊക്കെ മനുഷ്യരുണ്ടോ അവർക്കെല്ലാം ജീവിതത്തിൽ ആത്മീയത ആഗ്രഹിച്ച് അതിന്റെ ആദർശ പരമ്പരയും ചരിത്രവും നേരെ ചൊവ്വേ മനസ്സിലാക്കി ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരും അതിലേക്ക് എത്താൻ അഭിലഷിക്കുന്നവരും ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം താങ്കളെ നാം ഇമാമാക്കുകയാണ്, നേതാവാക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ അറിയിച്ചു. അതേപോലെ തന്നെ പരീക്ഷണ പരമ്പരകൾ അതിലൂടെ കടന്നു വന്ന് എല്ലാ പരീക്ഷണങ്ങളെയും പൂർത്തീകരിച്ചു എന്ന സർട്ടിഫിക്കേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിന് നൽകിയതായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നു. അതുവഴി നമ്മെയും അറിയിക്കുകയാണ്. നമ്മളൊക്കെ പറയും പല പരീക്ഷണങ്ങളിലാണ്, ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച പരീക്ഷണവും പ്രയാസവും പ്രതിസന്ധിയും സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി പിന്നീട് പ്രബോധിത സമൂഹത്തിൽ നിന്ന് തുടങ്ങി ആ പ്രബോധിത സമൂഹത്തിൽ തന്നെ നമുക്കറിയാം ഏതൊരു തൗഹീദി നവോത്ഥാനത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രതിബദ്ധമായി തീരൽ അതാത് നാടുകളിലെ പ്രദേശങ്ങളിലെ കാലഘട്ടങ്ങളിലെ പൗരോഹിത്യവും അധികാരവർഗവും തമ്മിലുള്ള അന്തർധാരയും അവിശുദ്ധ ബന്ധങ്ങളുമായിരിക്കും. നമ്രൂദും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവ് ആസർ, അവിടുത്തെ പുരോഹിതനായിരുന്നു ആസർ. നമ്രൂദ് ഭരണാധികാരിയായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധവും ആ നാടിന്റെ കിടപ്പുമൊക്കെ നമുക്കറിയാം. എങ്കിലും ആ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും പ്രബോധന മേഖലകളിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ തൗഹീദിന്റെ നിയമത്തിന് വേണ്ടി, അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത്.
കുടുംബത്തിൽ നിന്ന് പരീക്ഷണം നേരിട്ടു, സമൂഹത്തിൽ നിന്ന് പരീക്ഷണം നേരിട്ടു, പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാപ്രവാചകൻ നമസ്കരിച്ച സമയത്ത് സ്വലാത്ത് ഒരുവിട്ടു. ഇബ്രാഹിമിയ സ്വലാത്താണത്. എല്ലാ നമസ്കാരങ്ങളിലും ഇബ്രാഹിമിയ സ്വലാത്തുകൾ പറയും. എല്ലാ ദിനങ്ങളിലും ഈ പ്രവാചകൻ ഓർക്കപ്പെടുകയാണ്. അതിന്റെ കാരണം ഏൽപ്പിക്കപ്പെട്ട അംഗീകരിച്ച സർവ പരീക്ഷണങ്ങളിലും അദ്ദേഹം പൂർത്തീകരണം, അതിന്റെ വിജയകരമായ സാഫല്യം സാധ്യമാക്കിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരു മനുഷ്യൻ ഓർക്കപ്പെടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നതിനനുസരിച്ചാണ്. ഇസ്ലാമിക ഉമ്മത്തിനും പ്രബോധക സംഘങ്ങൾക്കും ഒരു ഈസി വാക്കോൾ ഒരു കാലത്തും ഉണ്ടാവുകയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇബ്രാഹിമിന്റെ മില്ലത്തിലെ പ്രബോധന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഏതൊക്കെ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ഇസ്ലാമിക ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും വ്യക്തിപരമായി വിശുദ്ധി ആഗ്രഹിച്ച് ഏകദൈവ വിശ്വാസത്തിലൂടെ നിർഭയത്വം നേടി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിതനായി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഇബ്രാഹിം നബിയാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കുടുംബത്തോട് അത്രമേൽ സ്നേഹമുള്ള ഒരു കുടുംബനാഥൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളുടെ വിഷയത്തിൽ, പിതാവിന്റെ വിഷയത്തിൽ, ഹാജറിന്റെ വിഷയത്തിൽ എത്രമേൽ കാരുണ്യ കരുതലാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ജീവിതത്തിന്റെ സായാഹ്ന സമയത്താണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന കുഞ്ഞ് ഏത് രൂപത്തിലായിരിക്കണമെന്നത് ആ പ്രാർത്ഥനയിലെ പ്രത്യേക പദാവലിയിലൂടെ ആ പ്രവാചകൻ പടച്ചറപ്പിനോട് യാചിച്ച് ചോദിച്ച് ആവലാതി ബോധിപ്പിക്കുന്നുണ്ട്. അതിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലെ 3-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനത്തെ നൽകണമെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ വിഷയത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പുതിയ കാലത്ത് നമ്മുടെ പ്രാർത്ഥന കുടുംബ വിഷയത്തിലും മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ എന്ന രൂപത്തിലായിരിക്കണം എന്നുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. കാരണം കുട്ടികളില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്നതിനേക്കാൾ പ്രയാസവും ടെൻഷനും മക്കളുള്ള മാതാപിതാക്കൾ പല വിഷയങ്ങളിലും അഭിമുഖീകരിക്കുന്ന കാലത്താണ് ഞാൻ നിങ്ങളുമൊക്കെ ദാമ്പത്യ കുടുംബജീവിതവും പാരന്റിങ്ങിന്റെ വിവിധ തലങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റ ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തൂഫാനിന്റെ വേളയിൽ ആന്റി നാർക്കോട്ടിക് പ്രവർത്തനങ്ങൾ പ്രത്യേകമായി തുടങ്ങും ജൂൺ 1 മുതലാണ് എന്നാണ്. ലഹരിയും അതേപോലെ തന്നെ കുടുംബചിത്രതയും മക്കളും പുതിയ തലമുറയും ഒക്കെ പലപ്പോഴും വഴിതെറ്റി പോകുന്ന രംഗങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഉമ്മത്ത് ഈ സമൂഹത്തിന് മാതൃക കാണിച്ച് മുന്നിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം നമ്മുടെ സ്വന്തത്തെ നന്നാക്കണം, നമ്മുടെ ദാമ്പത്യം നന്നാകണം, നമ്മുടെ കുടുംബം നന്നാകണം, നമ്മുടെ മക്കൾ നന്നാകണം. കുടുംബ സംവിധാനം എങ്ങനെ നന്നാകണമെന്ന് ഈ കാലത്ത് ആരെങ്കിലും ചോദിക്കുന്നു എങ്കിൽ 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഉറന്ന പട്ടണത്തിലേക്ക് ബാബിലോണിയയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതത്തിന്റെ വിവിധ നിയോഗങ്ങൾ നിർവഹിച്ച മഹാപ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ സവിശേഷമായി നിലനിൽക്കുന്ന ആദർശ കുടുംബത്തിന്റെ ആവിഷ്കാരം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ആ ചിന്തകൾ നൽകേണ്ടതുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശ സ്വത്ത് കൊടുക്കുമെങ്കിൽ നമ്മുടെ മക്കൾക്ക് മരണത്തിന് ശേഷം അനന്തരാവകാശ സ്വത്ത് മാത്രമായിരിക്കും നമ്മൾ പകുത്തു കൊടുക്കേണ്ടത്. നമ്മൾ നെഞ്ചേറ്റുന്ന തൗഹീദിന്റെ, ഇബ്രാഹിം മില്ലത്തിന്റെ, ഇസ്ലാമിയത്തിന്റെ ആദർശമാകുന്ന അനന്തര സ്വത്ത് കൂടി നമ്മുടെ മക്കൾക്ക് പുതുതലമുറക്ക് പകർന്നു കൊടുക്കാനും അത് വിട്ടേച്ചു പോകാനും അതിനുവേണ്ട ഒരുക്കവും ആസൂത്രണവും ഉത്ബോധനവും യഥാസമയങ്ങളിൽ നടത്താൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാക്കന്മാർ ആ പിതാവിൽ നിന്ന് പാഠം പഠിക്കണം. അതേപോലെ തന്നെ സഹോദരിമാരോട് പറയാനുള്ളത്, പുതിയ കാലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ ചർച്ചയാണ്. എന്നാൽ എങ്ങനെയാണ് ഒരു സ്ത്രീ അടയാളപ്പെടുത്തുക? ചരിത്രത്തിൽ ഹാജർ അടയാളപ്പെടുത്തപ്പെട്ടത് സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, സമ്പത്ത് ഉണ്ടായിരുന്നില്ല, കുടുംബ മഹിമ ഉണ്ടായിരുന്നില്ല, തറവാട്ട് മഹിമ ഉണ്ടായിരുന്നില്ല. ഹാജർ അടയാളപ്പെടുത്തപ്പെട്ടത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശ പ്രബോധന രീതിയിൽ എല്ലാം നൽകിയതിന്റെ പേരിലായിരുന്നു. തൗഹീദും തവക്കുലും തസ്ബീഹിന്റെയും പേരിലാണ് ഹാജർ റളിയല്ലാഹു ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സ്വഫയും മർവയും പടച്ചറപ്പിന്റെ ശിആറിൽപ്പെട്ടതാണ്.
ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് സഫയിലും മറവയിലും ഒക്കെ അവിടെ സഅയ് നടത്തുക എന്നത് അതിന്റെ പ്രത്യേക റുക്നാണ്, ഘടകമാണ്. അത് പ്രാവർത്തികമാക്കുന്നു എങ്കിൽ സഅയ് നടത്തുന്നതിന്റെ പിന്നാമ്പുറങ്ങളിൽ അതിന്റെ ചരിത്രത്തിന്റെ ഓരങ്ങളിലുള്ള ശബ്ദം എന്ന് പറയുന്നത് ഹാജർ റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കുടിജലത്തിന് വേണ്ടി സംസമിന് വേണ്ടി ഓടിയ ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹാജർ റളിയല്ലാഹു അൻഹ എന്ന സഹോദരിക്കായിരിക്കണം, മാതൃകാ മഹിമക്കായിരിക്കണം മുസ്ലിം സഹോദരിമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരും ഉമ്മമാരും പഠിക്കേണ്ടത് ആ ഹാജർ എന്ന ഉമ്മയാണ് ഈ ലോകം തേടിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഒരിക്കലും തവക്കുൽ നഷ്ടപ്പെടുത്തി കുടുംബഘടനകളിൽ വിള്ളൽ പാടില്ല. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരും, പശ്ചിമേഷ്യയിൽ അശാന്തി ഉണ്ടാകും, ഉപജീവനം വിചാരിച്ച രൂപത്തിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടാകും, രോഗങ്ങൾ കടന്നു വരും, അശാന്തി ഉണ്ടാകും. അങ്ങനെ പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജലശൂന്യമായ ഫലശൂന്യമായ ജലശൂന്യമായ ജനങ്ങളില്ലാത്ത ഫലവർഗങ്ങളില്ലാത്ത ജലമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത തരിശുഭൂമിയിൽ ചെറിയ കുഞ്ഞിനെയും ആദരനെയും തരിച്ചാക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രിയതമൻ നടന്നു നീങ്ങുമ്പോൾ പ്രിയതമയായ ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണോ താങ്കൾ ഞങ്ങളെ ആരാധനയില്ലാത്ത ഈ ഭൂമിയിൽ അധിവസിപ്പിച്ച് തിരിച്ചു നടക്കുന്നത്? പ്രിയതമനായ പ്രവാചകൻ ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയില്ല എന്ന ചരിത്രം. കാരണം ജീവിതത്തിന്റെ സായാഹ്ന സമയത്ത് ലഭിച്ച കുഞ്ഞിനെ കാണുന്ന സമയത്ത് തിരിഞ്ഞു നോക്കി ഹാജർ എന്ന പ്രിയതമക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ കൽപ്പന നിറവേറ്റുന്നതിന് ഭംഗം വരുമോ എന്ന് ആലോചിച്ച് തിരിഞ്ഞു നോക്കാതെ ആകാശത്തെ കൈയുറക്കിക്കൊണ്ട് ഹാജറിനോട് മറുപടി നൽകി എന്നാണ്. അല്ലാഹുവാണ് കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് നിങ്ങളെ തനിച്ചാക്കി ഒറ്റക്ക് പ്രബോധന രീതിയിൽ കൊണ്ട് ഞാൻ നടന്നു നീങ്ങുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഹാജർ എന്ന പ്രിയതമ തൗഹീദിലൂടെ തവക്കുലിലൂടെ ഇബ്രാഹിം ഈ കുടുംബത്തിന്റെ പ്രതിദാനം നിർവഹിക്കുന്ന പ്രിയതമ ഹാജർ പറഞ്ഞത് ഇതല്ല എങ്കിൽ അല്ലാഹു ഞങ്ങൾ ഒരിക്കലും കൈയൊഴിക്കുകയില്ല, പടച്ചറപ്പ് ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ പടച്ചറപ്പ് കൈയൊഴിക്കൂല. അല്ലാഹു വിശ്വാസികളെ പരീക്ഷിക്കും, പക്ഷേ പരാജയപ്പെടുത്തുകയില്ല എന്ന ചിന്ത നമുക്കുണ്ടാകണം, നമ്മുടെ മക്കൾക്കുണ്ടാകണം, വിശ്വാസി സമൂഹത്തിനുണ്ടാകണം. പരീക്ഷണങ്ങൾ സ്വാഭാവികമായി വരും, പക്ഷേ ആദ്യം അതേപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ വലിയൊരു സമയത്തും അതല്ലാത്ത ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലും പടച്ചറപ്പിൽ തവക്കുലാക്കി അതിജീവനം നേടിയെടുത്ത് ഒരാദർശ കുടുംബമായി മാതൃകയായി മാറിയതുപോലെയുള്ള ചരിത്രമാണ് ഈ സമയത്ത് നമുക്ക് ഓർക്കുവാനുള്ളത്. അവർ മുസ്ലിം കുടുംബം ഏത് രൂപത്തിലാണ് മുന്നോട്ട് നീങ്ങേണ്ടത്, നയിക്കപ്പെടേണ്ടത് എന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് ഇബ്രാഹിമി കുടുംബം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് സംസാരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ഇബ്രാഹിമിലും ഒക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച നിരവധി പ്രാർത്ഥനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഇജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നീ സമാധാനമുള്ള നിർഭയത്വമുള്ള നാടാക്കി തീർക്കേണമേ എന്നാണ്. പുതിയ കാലത്ത് നിങ്ങൾ നോക്കൂ, വിവിധ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളാണ്, പ്രക്ഷുബ്ധമായ അവസ്ഥയാണ്. പശ്ചിമേഷ്യയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്, പലസ്തീനിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ സൈനികവും സാമ്രാജ്യത്വവും വീണ്ടും ഒരു പരമാധികാര രാജ്യമായ ഇറാനിന്റെ മേലേക്ക് കുതിര കയറുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ ലബനാനിലെ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വായിച്ച സമയത്തും ദമ്പതികൾ ഉൾപ്പെടുന്ന ഒരു പിഞ്ചു കുഞ്ഞ് കൊല്ലപ്പെട്ട രൂപത്തിൽ ഇസ്രായേലിന്റെ അധിനിവേശവും ആക്രമണവും ഗസയിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം 1000-ലധികം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത് അശാന്തി നിറഞ്ഞ ഒരു ലോകത്ത് ആഗോളതലത്തിൽ പല രാജ്യങ്ങളും പല മേഖലകളും അശാന്തിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോഴും ആശാവഹമായ സംഗതിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്റ്റേറ്റുകളിൽ പ്രയാസങ്ങളുണ്ട്, സഹവർത്തനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്, ആസാമിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന മാതൃകയുടെ ഈ കൊച്ചു കൈരളിയും കേരളവും പോലും വർഗീയ ധ്രുവീകരണത്തിലേക്ക് പെട്ടെന്ന് എടുത്തെറിയപ്പെടുന്നു എന്നത് നമുക്ക് അറിയാവുന്നതാണ്. അവിടെയൊക്കെ ആഗോളതലത്തിലും
ദേശീയ തലത്തിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും നാട്ടിലുമൊക്കെ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടത് സമാധാനമാണ്. അരക്ഷിതമായ ഭൂമികയിൽ സഹവർത്തനവും സമാധാനവും നല്ല ജീവിതവും കരുപ്പിടിപ്പിക്കൽ അസാധ്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി, ആ നാടിന്, ആ രാജ്യത്തിന് വേണ്ടി സമാധാനം നിലനിൽക്കാൻ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥന നിർവഹിക്കുകയും അതിന്റെ പ്രതിദാനവും പ്രാവർത്തിക രൂപത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ട സമയത്താണ് വിശ്വാസി സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിന് നീ നിർവഹിത്വം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല, ഈ സമയത്ത് ഓർക്കപ്പെടുന്നത് അറഫയുടെ ചരിത്രവും അറഫയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഭാഷണവും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ അതിനെ കൂടുതൽ കനം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അറഫ മണ്ണിൽ വെച്ച് മനുഷ്യനെ തിരിച്ചറിയേണ്ട മണ്ണിൽ വെച്ച് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിന് തന്നെയാണ് ഈ ലോകം ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണങ്ങളില്ലാത്ത, ജാതീയതയില്ലാത്ത, വർഗീയതയില്ലാത്ത, അതിർവരമ്പുകൾ സൃഷ്ടിക്കാതെ മനുഷ്യർ ഒന്നാണ് എന്ന പ്രഖ്യാപനം, ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് എന്ന പ്രഖ്യാപനം പ്രവാചകൻ അറഫ മണ്ണിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഉപോൽപ്പന്നമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലെ പല നയങ്ങളും പിന്നീട് രൂപപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം, മനുഷ്യർ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല, അവരുടെ സ്വത്തും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെയ് മാസത്തിൽ തന്നെയാണ് മിനിസോട്ട സ്റ്റേറ്റിൽ അമേരിക്കയിലെ 2020 ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്ന കറുത്ത വംശജനായ മനുഷ്യൻ, ഷോൺ എന്ന് പറയുന്ന വെളുത്ത വംശജനായ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ തന്റെ കാല് കയറ്റി വെച്ച് 7-8 മിനിറ്റോളം ശ്വാസം കിട്ടാത്ത രൂപത്തിൽ ആക്രമണം നടത്തി, സമ്മർദ്ദം ചെലുത്തി, ഐ കാൻ ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന മനുഷ്യൻ പിടയുന്ന സമയത്ത് പറയുമ്പോൾ എന്നിട്ടും വിടാതെ അവസാനം മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ, കറുത്തവന്റെ ജീവിതവും പ്രധാനമാണ് എന്ന ക്യാമ്പയിൻ അമേരിക്കയിലും ആഗോളതലത്തിലും അലയടിച്ച് നമുക്ക് ഓർമ്മയുണ്ട് എങ്കിൽ, അത് അന്ന് അമേരിക്കയിലാണ് എങ്കിൽ, ഇന്ന് ഇവിടേക്ക് നമ്മുടെ രാജ്യത്തേക്ക് അങ്ങനെ വന്ന് അവസാനം നമ്മുടെ സ്റ്റേറ്റിലേക്ക് വന്ന് ഒരു കോളേജിൽ, ഡെന്റൽ കോളേജിൽ നിതിൻ തുടങ്ങി ഈ അടുത്ത ജീവപര്യന്തത്തിന് വേണ്ടി വീണ്ടും ശിക്ഷ വർദ്ധിപ്പിച്ച് കോടതി ഉത്തരവിട്ട മധുവിലേക്ക് വരെ എത്തി നിൽക്കുന്നത് മനുഷ്യനെ പരിഗണിക്കാത്തതിന്റെയും മനുഷ്യന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതിന്റെയും ജാതീയതയുടെയും വർണ്ണവരുടെയും പേരിൽ അധികവൽക്കരിക്കുന്നതിന്റെയും പേരിലാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മണ്ണിൽ വെച്ച് പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ് ലാ ഫർഖ ബൈന അറബിയ്യിൻ വലാ അജമിയ്യിൻ വലാ അബ്യദിൻ വലാ അസ്വദിൻ. അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല. ഈ പ്രഖ്യാപനം പ്രവാചകൻ അന്ന് നടത്തിയത് ഇന്നും എത്ര പ്രസക്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ അത് പറയുക മാത്രമല്ല ചെയ്തത്, അന്യനാട്ടുകാരനായ സൽമാൻ ഫാരിസിയെയും ഉന്നത കുലജാതനും കുബേരനും പണക്കാരനും സമ്പന്നനുമായ ഖുറൈശി തറവാട്ടിൽ ജനിച്ച സിദ്ദീഖുൽ അക്ബറിനെയും കറുത്ത കാഫിരിയായ ബിലാൽ റബാഹിനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് ഒരേ സ്വത്തിൽ അണിനിരത്തി നമസ്കരിപ്പിച്ച് ഇക്വാലിറ്റിയുടെ, സമത്വത്തിന്റെ, മനുഷ്യാവകാശത്തിന്റെ, സാഹോദര്യത്തിന്റെ അതിമനോഹരമായ നിമിഷമാണ് ഈ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗിക തലത്തിൽ പകർന്നു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അറഫയുടെ ചരിത്രവും അറഫ മണ്ണിന്റെ മെസ്സേജും പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മൾ ഏറ്റെടുക്കണം. അതേ പ്രഭാഷണത്തിൽ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരുടെ വിഷയത്തിൽ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ, അവരോടുള്ള അമാനത്തിന്റെയും പെരുമാറ്റത്തിന്റെയും സഹവർത്തനത്തിന്റെയും വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറയുകയാണ്. പരിശുദ്ധ പ്രവാചകൻ നിരോധിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഈ കാലം ഏതൊക്കെ വിഷയങ്ങളിലാണോ അടിസ്ഥാനപരമായി സ്വത്വപ്രതിസന്ധിയും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നത് എങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരത്തിന് നൽകിയിട്ടുള്ള മെസ്സേജ് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇസ്ലാമിക ഉമ്മത്ത് മക്കയിൽ സമ്മേളിച്ചിരിക്കുകയാണ്, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സമ്മേളിച്ചിരിക്കുകയാണ്, അയ്യാമുൽ തശ്രീഖിലൂടെ കടന്നു പോവുകയാണ്. യൗമുൽ തർബിയയും യൗമുൽ അറഫയും അതേപോലെ തന്നെ യൗമുൽ നഹറും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ
ഇസ്ലാമിക ഉമ്മത്ത് ഒന്നാണ് എന്ന നിലയ്ക്ക് മക്കയിൽ സമ്മേളിച്ച് പിരിയുന്ന സമയത്ത് ഈ കാലത്ത് ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യം എത്രമേൽ ശക്തമാക്കണം, ഭദ്രമാക്കണം എന്നത് ഞാൻ പ്രത്യേകം പരാമർശിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന്, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, കണക്ക് പറഞ്ഞാൽ 180ലധികം രാജ്യങ്ങളിൽ നിന്ന് 20 ലക്ഷത്തോളം മുസ്ലിം സമൂഹം വ്യത്യസ്ത അതിർത്തികളെ ഭേദിച്ച് അവർ ഒന്നായി ചേർന്നത് ഒരേ കഅബയുടെ നാഥൻ ആരാധിക്കാൻ, ഒരേ പ്രവാചകൻ അനുധാവനം ചെയ്യാൻ, ഒരേ വിശുദ്ധ ഖുർആൻ പ്രമാണമായി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സ്വീകരണത്തിലൂടെ, ആ പ്രതിദാനത്തിലൂടെ ഇസ്ലാമിക ഉമ്മത്ത് ഒന്നാണ് എന്ന ഉദ്ഘോഷം അവിടെ കൂടിയവരും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബലിപെരുന്നാളിലും ഈദ്ഗാഹുകളിലും അതേപോലെ തന്നെ മസ്ജിദുകളിലും ഒക്കെയായി പങ്കുചേരുന്ന നമ്മളും ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യം ഭദ്രമാക്കുന്നതിന് വേണ്ടി പക്വതയും വിവേകവും വിട്ടുവീഴ്ചയും വിനയവും വിശുദ്ധിയും കാണിക്കുന്ന ഉത്ബുദ്ധരായ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈദുൽ അദ്ഹയ ബലിപെരുന്നാളാണ്. ബലിയാണ് പ്രധാന ഭാഗം. ഇൻഷാ അല്ലാഹ് തിരിഞ്ഞു കഴിഞ്ഞാൽ ബലിയെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ശിആറാണ്. തക്ബീറുകൾ മുഴങ്ങി ബലിയെടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ അവിടെ സജീവമായി ഉണ്ടാകണം. ബലിയിൽ ഷെയർ ചെയ്യുന്നവർക്ക് ഇതേ നിങ്ങളിൽ പലരും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്ര ഷെയർ ചെയ്യുന്നാലും എത്ര അടുത്താലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഭക്തിയായിരിക്കണം, സൂക്ഷ്മതയായിരിക്കണം. നമ്മൾ ബലി കഴിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭക്തിക്ക് കോട്ടം തട്ടിക്കുന്ന ആഢ്യത്വവും അഹങ്കാരവും ദുസ്വഭാവങ്ങളും ഉണ്ടെങ്കിൽ അതിനെല്ലാം ബലി കഴിപ്പിച്ചായിരിക്കണം ബലിയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. അങ്ങനെ പടച്ചറപ്പിന്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലി കൊടുക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയെങ്കിൽ ഒരിക്കലും മനുഷ്യബലി നടക്കാൻ പാടില്ല എന്നും മൃഗബലിയായിരിക്കണം അല്ലാഹുവിന്റെ ചിഹ്നം പ്രതിഫലിപ്പിക്കാൻ നിർവഹിക്കേണ്ടത് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആടിനെ അറുത്തതിന്റെ പ്രതീകാത്മകമായ പ്രഖ്യാപനത്തിന്റെ പ്രാവർത്തിക രൂപമാണ് ഉദുഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നും ആ ത്യാഗം നമ്മൾ ഏറ്റെടുക്കുകയാണ്, ആ സമർപ്പണം നമ്മൾ ഏറ്റെടുക്കുകയാണ്. തനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് അതിനേക്കാൾ പ്രിയങ്കരനായ പടച്ചറപ്പിന് വേണ്ടി മാറ്റിവെച്ചതാണ് ബലിയുടെ മർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അല്ലാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രത നമ്മുടെ ദീനീയ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് കൂടി ആ വിഷയത്തെ ഓർമ്മ വിളിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ പെരുന്നാളിന്റെ സുദിനമാണ്. എല്ലാവർക്കും നമ്മൾ സന്തോഷവും സ്നേഹവും പകരണം. ഒരു വഴിയിലൂടെയാണ് മസ്ജിദിലേക്ക് വന്നതെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്നേഹം പങ്കിടുന്ന സമയം കൂടിയാണിത്. എല്ലാവരോടും സാഹോദര്യത്തോടു കൂടി ഇടപഴകേണ്ട സമയമാണിത്. ഉദുഹിയ്യത്തിന്റെ മാംസം വരെ സഹോദര സമുദായത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ എവിടെയൊക്കെയാണോ ഈ മാംസം ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടേക്കെല്ലാം എത്തിച്ചു കൊടുത്ത് ഈദുൽ ഫിത്ർ സക്കാത്ത് നിർവഹണവും ഈദുൽ അദ്ഹയും ബലിമാംസ വിതരണത്തിലൂടെയും രണ്ട് ആഘോഷങ്ങളിലും അന്നം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ പ്രത്യേകം പരിഗണിച്ച്, കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പരിഗണിച്ച്, കണ്ണുകൊണ്ട് കാണാത്ത പടച്ചറപ്പിലേക്കുള്ള ആരാധനകളെ അർത്ഥവത്താക്കുന്ന അനർഘ നിമിഷത്തിന്റെ പേരാണ് ഇസ്ലാമിക ആഘോഷം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ബന്ധങ്ങൾ പുതുക്കിയെടുക്കണം. വിദേശങ്ങളിലുള്ള ആളുകളുമായി സംസാരിക്കണം. മാതാപിതാക്കളിലേക്ക് കടന്നു ചെല്ലണം. സാമൂഹിക ബന്ധം പൂത്തുലയണം. അടുത്തതും അകന്നതുമായ ബന്ധങ്ങൾക്ക് സമയം കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതിന്റെ പ്രാധാന്യം പ്രവാചകനിലൂടെ അറിയിച്ചതാണ്. അത് കൂടുതൽ അലങ്കാരമുള്ളതാക്കേണ്ടത് ആഴത്തിലും അർത്ഥത്തിലും നമ്മൾ പ്രതിഫലിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട സമയമാണ് ഈദുൽ അദ്ഹ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ആഘോഷത്തിന്റെ നിറം നഷ്ടപ്പെട്ട പീഡിത ജനവിഭാഗങ്ങളെയും രോഗികളെയും പ്രയാസപ്പെടുന്നവരെയും ഒക്കെ നമ്മൾ ആലോചിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഇടം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അതിജീവനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പീഡിത സമൂഹത്തിന് അല്ലാഹു നിർഭയത്വം നൽകുമാറാകട്ടെ. അങ്ങ് പലസ്തീനിലെ ഗസയിലും അതേപോലെ തന്നെ ലബനാനിലും ഇറാനിലും പശ്ചിമേഷ്യയിലും ഒക്കെ അങ്ങേയറ്റത്തെ അസാമിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം അല്ലാഹുവേ, ഈ പ്രത്യാശയുടെ പെരുന്നാളിൽ നീ കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാക്കി തീർക്കുകയാണ് നാഥ. അല്ലാഹുവേ, നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും നീ കബൂൽ ചെയ്യണമേ റബ്ബേ. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ സന്ദർഭങ്ങൾ ഭേദമന്യേ അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലിയവനെന്ന തക്ബീർ പ്രഖ്യാപിക്കുവാൻ, ആ തക്ബീറിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ.
അല്ലാഹുവേ ഞങ്ങൾ നിർവഹിക്കുന്ന സർവ്വകർമ്മധർമ്മങ്ങളെയും നീ കബൂൽ ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഞങ്ങൾ നിർവഹിക്കുന്ന സർവ്വ ഉദ്യമങ്ങളെയും നീ പൂർണ്ണമായ പ്രതിഫലം നൽകി സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ നാഥ. രോഗികളായ ആളുകൾ ഈ ആഘോഷത്തിന്റെ നിറവും ആഗ്രഹിച്ചുകൊണ്ട് പക്ഷേ പലപ്പോഴും ഈ ആഘോഷത്തിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയാതെ രോഗികളായി 4 ചുവരുകൾക്കുള്ളിൽ തലച്ചിടപ്പെട്ട ഒരുപാട് ബന്ധുക്കളും പ്രാർത്ഥനയിൽ വസിയത്ത് പറഞ്ഞ് ഉൾപ്പെടുത്താൻ അറിയിച്ചവരും അല്ലാഹുവേ അവർക്കെല്ലാം നീ പൂർണ്ണമായ ശമനം നൽകണമേ നാഥ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في غزة. اللهم انصر المظلومين في فلسطين. اللهم انصر المظلومين في لبنان. اللهم انصر المظلومين في إيران. اللهم انصر المظلومين في الشرق الأوسط. اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر من دمروا، مزق من مزقوا، شتت أبطال الرحمن وخطوط الصهيونيين. اللهم إنا نسألك النجاة والفوز في الدنيا والآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل عيدنا، ربنا تقبل خطبتنا، ربنا تقبل مجلسنا، ربنا تقبل تلاوتنا، ربنا تقبل تكبيرتنا، ربنا تقبل أضحيتنا، ربنا تقبل صالح أعمالنا المختلفة المتنوعة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين. ഇതിന്റെ സ്വതയിൽ എല്ലാവരും ഭാഗമാക്കിയ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.